എനിക്കറിയാം ഇവിടെ എവിടെയെങ്കിലും നമ്മളൊരു ആര് പറയിപ്പിക്കാണ്ട് പറഞ്ഞത് ഒരു റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലിയർനെസ്സും സ്പഷ്ടതയും പെട്ടെന്ന് കിട്ടില്ല എന്ന്. പക്ഷെ ഞാനിവിടെ പറയുന്നത് റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെ കേൾക്കണേ, അതിനുള്ള രീതിയിൽ സ്പഷ്ടമായിട്ട് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ഓർത്തൊക്കെ, ഇപ്പം ഈ ഹിന്ദി കുട്ടികൾക്കോ മലയാളി MDMAകൾക്കോ പഴകിയ കൊടവയറന്മാർക്കോ ഞാൻ ആ വർഷങ്ങളൊക്കെ എടുത്ത് പറയാം, അവർക്കൊന്നും ശരിക്കുള്ള തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക. അവർക്ക് ബൈബിള് തന്നെ വായിച്ച് നോക്കിയിട്ടില്ലേ പണ്ട് തൊട്ട്. അപ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക. മുസ്ലിംസിന് വരെ അത് അറിയില്ല. മുസ്ലിംസ് ആരും ഇത് പറയാ? മാമുക്കോയും പക്രു ഇത് പറയോ? ഉറക്കം തൂങ്ങിയ മോന്തളത് പറയോ? നിൻ്റെ ഒരു ടീച്ചറുണ്ടല്ലോ, നിൻ്റെ ഒരു കൂട്ടുകാരൻ, അയാളത് പറയോ? ജോസ് പിടിയാൻ പറയോ? അത് പിടിച്ച് അവിടെ ഇരിക്കും. ആ ഉയരമുള്ള ശവം അത് പറയോ? ഓട്ടോ ജോർജ് പറയോ? അപ്പോൾ അതൊക്കെ കുറേ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയത്. ഒരു സ്ഥലത്ത് പറഞ്ഞു തീർന്നത് വീണ്ടും റെക്കോർഡ് ചെയ്യുമ്പോൾ അത് അതേ സ്പഷ്ടമായിട്ട് പറയണമെന്നില്ല. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, അതിനെക്കുറിച്ച് പിന്നെ നിങ്ങളുടെ വിഡ്ഢി പ്രൂഫും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുള്ള ചോദിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ പോലെ ആൾക്കാർക്ക് ഇതില്ലാണ്ട് നടക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഉള്ളത് എനിക്ക് തരേണ്ടതായിരുന്നു. തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അതിനുള്ള പ്രൂഫ് മേടിച്ചിട്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കണ കാര്യം എനിക്ക് എൻ്റെ ആവശ്യമില്ല, എനിക്ക് എൻ്റെ കണക്ഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗാർഡൻ ഓഫ് എഡൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ അരമൈക്ക് ലാംഗ്വേജിൽ പറയുമ്പോൾ ഒരു തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹിക്കുക, സ്പിരിച്വൽ ബ്രൈഡ്, വിവാഹത്തിൻ്റെ ഉടമ്പടി ഇല്ലാണ്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥങ്ങൾ അവിടെ വരുന്നുണ്ട്. വിഡ്ഢിത്തം പ്രതീക്ഷിക്കാൻ വേണ്ട, മെറ്റലിസ്റ്റിക് രീതിയും പ്രതീക്ഷിക്കാൻ വേണ്ട, അവരുടെ വിഡ്ഢിത്തം തിരിച്ച് പ്രതീക്ഷിക്കാൻ വേണ്ട. അതുപോലെ ശോഷിച്ചത് കഴിക്കാൻ പോകണ്ട, ശോഷിച്ചത് പറയാനും പോകണ്ട, ശോഷിച്ച കാര്യങ്ങൾ ഡെപ്ലീറ്റഡ് വേർഡ്സും പറയേണ്ട കാര്യമില്ല. ധൈര്യമായിട്ടിരിക്കുക. അതുകൊണ്ട് ജീവനുള്ള ദൈവം ഒരിക്കലും ഈ ചിടുങ്ങ് മനുഷ്യന്മാരെ പേടിക്കില്ല. അപ്പോൾ അതിന് ഗാർഡൻ ഓഫ് എഡൻ എന്നാണ് പറയണത്. എന്നുവെച്ചാൽ അവിടെ തൊട്ടാണ് തുടക്കം. ഗാർഡൻ ഓഫ് എഡൻ പല രീതിയിലും ഉപമിക്കാം. സൗത്ത് അമേരിക്കയിൽ ആമസോൺ ഫോറസ്റ്റ് ഉണ്ട്. അവിടെ കുറേ ഭംഗിയുള്ള സ്ഥലങ്ങളും സൂര്യൻ്റെ വെളിച്ചം തട്ടുമ്പോൾ ഒരു സ്വർണ്ണ ആമസോൺ ഫോറസ്റ്റ്, അതുപോലത്തെ സൗത്ത് അമേരിക്കയിലുള്ള ബ്രസീലിലുള്ള, അതുപോലെ കോങ്കോ ബേസിൻ ആഫ്രിക്കയിലുള്ളത്. അപ്പോൾ അവിടെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇസ്രായേലിൻ്റെ അടുത്തൊക്കെ കിടക്കുന്നത് കോങ്കോ ബേസിൻ ആയതുകൊണ്ട് ഗാർഡൻ ഓഫ് എഡൻ ചിലപ്പോൾ ഹെവൻ എന്ന് പറയുന്നത് അതിൻ്റെ അടുത്തായിരിക്കും കിടക്കണം. ബൈബിൾ എന്നൊക്കെ പറയുന്നത് അത് മെഡിറ്ററേനിയൻ ഏരിയ അടുത്തവരാണ്. അവിടെ സൗത്ത് അമേരിക്ക ബ്രസീലിൽ നിന്ന് ആരും തിരിച്ചുകൊണ്ട് വരണല്ലേ. അപ്പോൾ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക, അതിൻ്റെ ജീവനുള്ള സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നത് പണ്ട് പറയാണ്ട് ആഫ്രിക്കയുടെ ഭാഗം, ഇന്ത്യയുടെ ഭാഗം ഇങ്ങോട്ട് മാറി ആഫ്രിക്കയിൽ നിന്ന് മാറി ആ മെഡിറ്ററേനിയൻ ഏരിയ, ഗൾഫ് മാറി ഇങ്ങോട്ട് തിരിച്ച് ലാൻഡ് വിഭജിച്ച് പണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് വിഭജിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം നിങ്ങൾ ഓരോ വളഞ്ഞ പാട്ടുകൾ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു വളഞ്ഞ പാട്ട് കേട്ട് നടന്നു പോണതിനും ഭേദം അതിലൊന്നും ഒരു കാര്യം നടക്കാണ്ടിരിക്കണം ഭേദം. എന്തെങ്കിലും നടന്നില്ലെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്ത പോലെ ഒരു കാര്യം ചെയ്ത് അതിനനുസരിച്ച് വരുന്നത് ശരി. പ്ലാൻ എന്ന് പറയുന്ന മെത്തേഡ് അത് മോട്ടിവേഷൻ അല്ല, സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവും. അത് ഒരു സമയത്ത് ചെയ്യണമെന്ന്. അത് എന്നോട് ആരും പറയിപ്പിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കണ്ടോ എപ്പോഴെങ്കിലും ആരും എന്നോട് പറയിപ്പിക്കുന്നുണ്ട്? അത് കുടിച്ച് റകടിച്ച് നടക്കുന്നവരാണ് അത് പറയണത്, പഴകിയവർ. ഞാനവരെ എൻ്റെ മുന്നിൽ ഫ്ലാറ്റായിട്ട് ഞാൻ നോണം പറയണ്ടെങ്കിൽ ഓർത്ത് നോക്കിക്കോ. ഓരോ ഹിന്ദി കുട്ടികളുടെ കൂടെ കുടിച്ച് റകടിച്ച് നടന്നിട്ട് ഫ്ലാറ്റായിട്ട് എൻ്റെ മുന്നിൽ ഞാൻ അവിടെ നിൽക്കുക. TV എന്തോ സിനിമ ഉണ്ട്, റൂമിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ കുടിച്ചിട്ട് ഫ്ലാറ്റായിട്ട് നേരെ ഇങ്ങനെ ഒടിഞ്ഞ് വീഴുന്നതല്ല, നേരെ കാലിൽ നിന്ന് ടിപ്പ് ഇങ്ങനെ അങ്ങനെ ഒറ്റ ഫ്ലാറ്റായിട്ട് വീണുണ്ട്. അത് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഹാളിൽ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ നിങ്ങളുടെ വിഡിത്തം, എന്താ നിങ്ങളുടെ ഇതൊക്കെയെന്ന്. അതുപോലത്തെ ഈ ചാക്കവും പക്രവും ഒക്കെ പണ്ട് പീച്ചിയിലൊക്കെ ഉള്ളപ്പോൾ ഭാര്യ പേടിച്ച് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കാൻ അവർക്കറിയില്ലേ. പള്ളിയിലത്തെ അച്ഛന്മാരും പാതിരികളുടെ ആവശ്യമില്ല, നിന്ന് ചെയ്യണ്ട, വിലയില്ലാണ്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടും, നക്കപ്പച്ച സ്ഥലത്ത് ചെയ്യരുത് പറഞ്ഞിട്ടും പാതിരികളുടെ കക്ഷത്തിൽ തോളത്ത് കൈയിട്ടിട്ട് ഫോട്ടോ എടുക്കണവരാണ്. ആ ഫോട്ടോ എടുത്തതിന് ഫോട്ടോനെ ആരാധിക്കണവരാണ്. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ജീവനില്ലാത്ത ഫോട്ടോകൾ ആരാധിക്കണവരാണ് അവർ. യാക്കോബൈറ്റ് ആണെങ്കിലും പിന്നെ അങ്ങനത്തെ ക്രിസ്ത്യൻസ്, ഇങ്ങനെ സുറിയാനി, കാത്തലിക്സ്, റോം കാത്തലിക്സ് ആരാണെങ്കിലും. മുസ്ലിംസ് ഇത് പറയോ? മുസ്ലിംസ് യാക്കോബൈറ്റിൻ്റെ കഷ്ടത്തിൽ തോളത്തായിടുന്നവരല്ലേ. അവർക്കിത് പറയേണ്ട കാര്യമുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താ? അവരുടെ മുഖം എങ്ങനെയാണോ? കുരുട്ട് മോന്ത, ഉണക്ക മോന്തകൾ, ഏതോ പഴകിയ കൊടവയർ വെച്ച് നടക്കണവരല്ലേ വീട്ടിൽ തനിയന്മാർ. ഇതിന് എളിഞ്ഞ് കാണിച്ചിട്ട് വീട്ടിൽ തനിയന്മാരാണ്. മൂന്നാമത് ജനിച്ചവർ, ഒന്നാമത് ജനിച്ചതിൻ്റെ വ്യത്യാസം അറിയില്ലേ? എടാ മാമുക്കോയ എല്ലാം നിങ്ങൾ അവർ വീട്ടിൽ പരിശോധിച്ച് നോക്കിയാൽ അവർ 7-മതോ 3-മതോ 2-മതോ ജനിച്ചവരാണ്.
അതാണ് കുരുട്ട് ബുദ്ധി, ബോധമില്ല. കുടിച്ച് ഡ്രഗ് നടന്നവരാണ്, പണ്ട് ഗുഡ് കഴിച്ച് നടന്നവരാണ് പി ജിയിലൊക്കെ. അങ്ങനെ എന്താ വെച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതുമ്പോൾ 96 മാർക്ക് കിട്ടുമ്പോൾ 82 മാർക്ക് കിട്ടിയാൽ പോലും അവർ കുടിച്ച് ഡ്രഗ് നടക്കും ഗുഡ്കയും കഴിച്ച്. ഹിന്ദി ഗുഡ്കയായാലും കാര്യമില്ല, മലയാളി എം ഡി എം എ പാൻപരാഗാണെങ്കിലും എല്ലാം കന്നഡ കാണ്ടുകളെല്ലാം സെയിം തന്നെയാണ്. വല്ല ഹിന്ദി കുട്ടികളത് പറയോ ഇതിനെക്കുറിച്ച്? അതുകൊണ്ട് അവർ ഭാര്യപടി മറ്റേ ഷാജു പാരലിസിസ് ആയില്ലേ, അത് കൂടി കിട്ടിയിട്ട് മതിയായിട്ടില്ല നിങ്ങൾക്ക്. ഇത് വിവരമുള്ള കാര്യങ്ങൾ പറയണേ, അല്ലാണ്ട് ഞാൻ ഇങ്ങനെയാണ് പറയണേ ആ ഷാജിയുടെ കൂടെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിരുന്നു, ജിം എടുത്ത് പാരലിസിസ് ആവേണ്ട അവസ്ഥയാക്കി, ശോഷിച്ച അവസ്ഥയാക്കി, കൂടെ നടന്നവർ വരെ ഡ്രഗ്സ് അടുപ്പിക്കണേ. അതിന് കുറേ നാൾ ചത്ത ആ വേസ്റ്റ് ചത്തുന്ന് അവിടെ സ്വകാര്യത്തിൽ പറയും. എന്നിട്ട് ഇവിടെ എൻ്റെ കൂട്ടുകാരും ചത്തുന്ന് കൃത്രിമം കാണിക്കും. അത് ഈ ചാവ കിടക്കണം, അവർ ഈ കൃത്രിമം മാത്രമേ കാണുള്ളൂ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും, നിങ്ങളെ പെടുത്താൻ പോണവർ അങ്ങനെയല്ലത്. ഒരു കാര്യം വരണത് ഈ തന്തയാണ് ജനിച്ചതെന്ന് ഉണ്ടാക്കുന്ന ആവശ്യമില്ലത്. അത് ജീൻസ് മാറി വന്ന് അത് എന്തുകൊണ്ടാണെന്ന് അറിയാം. അത് ഇവിടുന്ന് എന്ത് മെഡിറ്ററേനിയൻ ഏരിയയുടെ ജീൻസ് മിക്സപ്പാണ്. യഹൂദിയരുടെ ഹിസ്റ്ററിയുടെ ഇവിടുത്തെ വരണ കാര്യവും യുദ്ധവും കലഹമൊന്നും ഉണ്ടാക്കാണ്ട് ഇവിടെ അവരുടെ കാര്യങ്ങൾ പ്രതിഫലിപ്പിച്ച് അതിനെക്കുറിച്ച് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മെസ്സേജ് ഒക്കെ ഇവിടെ കുറേ ഒരു 20 സെഞ്ചുറി മുമ്പും അതിനു മുമ്പ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അതിന് യുദ്ധം നടത്തേണ്ട കാര്യമില്ല അവർക്ക്. കാര്യങ്ങൾ സന്തോഷത്തോടെ ജീൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, സ്നേഹത്തോടെ കുറേ ഇൻ്റർമിങ്കിൾ മാരേജൊക്കെ നടത്തി അവരെ ഓടിപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അവർ ഒരിക്കലും യുദ്ധത്തിൽ വന്നിട്ടില്ലേ, പിന്നെ എന്തിനാണ് അവരെ ഓടിപ്പിക്കേണ്ട കാര്യം? അപ്പോൾ ഞാൻ പറയാം, വേറൊരു യേശുവ വരാൻ പോണില്ല എന്ന് വെച്ചാൽ കള്ളും കുടിച്ച് ഡക്കടിച്ച് നടക്കണവർ വല്ല റോമൻ കാത്തലിക്ക് ഫേക്ക് യേശുവിനെ കാത്തുകൊണ്ടിരുന്ന അതിന് വരാൻ പോണില്ല, വരാനുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യം പറയുമ്പോൾ അപ്പോൾ തുടർച്ച പറയാം. അപ്പോൾ ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പോലെ കുടിച്ചും ഗുഡ്കയും കഴിച്ച് നടന്ന് ഈ ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതി 96 82 മാർക്ക് കിട്ടിയാൽ പോലും നിങ്ങളുടെ ഹിസ്റ്ററി ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചാൽ ഇവിടെ 0 മാർക്ക് കിട്ടിയാലും എനിക്ക് കിട്ടിയാലും ഞാൻ കുടിച്ചിട്ട് അക്കടെ ചേർക്കാൻ പോകണില്ലല്ലോ, ഇല്ല. അപ്പോൾ ഈ ബോധത്തോടെ സംസാരിക്കുന്നത് ധൈര്യമായിട്ട് സംസാരിക്കുന്നതാണ്. അല്ലാണ്ട് കുടിച്ചിട്ട് അക്കടിച്ച് നടക്കണവർ ധൈര്യം ഇല്ലാത്തവരാണ്. അപ്പോൾ പല സ്ത്രീകളും കുടിച്ചിട്ട് അക്കടിച്ച് നടക്കണവരുണ്ടോ, പെണ്ണുങ്ങൾ സാധാരണ രീതിയിൽ പറയില്ലേ, അബോർഷൻ ചെയ്യണവർ പല 10 അബോർഷൻ ചെയ്ത് 10 പിൽസും കഴിച്ച് ശ്വാസം മുട്ടിച്ചാവണവർ അവരെന്തിട്ടാണ്? അവർക്ക് ബോധമില്ല, അവർ ചെകുത്താൻ വെട്ടികളാണ്. അവർക്ക് ശരിക്കുള്ള കാര്യം അറിയാണ്ട് ശിഖണ്ഡികൾക്ക് വേണ്ടി നൃത്തം ചെയ്യണവരാണ്. ശിഖണ്ഡികൾക്ക് വേണ്ടി നൃത്തം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കുള്ളവർ പറയൂ, സ്ത്രീകളുടെ വിചാരം കുടിച്ചിട്ട് അക്കടിച്ച് നടന്നാൽ ഭയങ്കര ധൈര്യമായിട്ടുള്ള കാര്യമാണ്. അതിങ്ങനെ ധൈര്യമാവും. ഇപ്പോൾ ഞാൻ കുടിച്ചിട്ട് അക്കടിച്ചാലും കുട്ടിയും കഴിച്ച് പരീക്ഷയിൽ പൊട്ടി ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണം, ചിന്താഭാരം എന്ന് പറഞ്ഞിട്ട് അക്കടിച്ച് കുടിച്ച് നടക്കാം. അത് ദേഷ്യം വരണവരാണ്. അവർ കഴുത്തിന് വെട്ടി കൊന്നു കഴിഞ്ഞാൽ അവരറിയാൻ പോകില്ല. അത് ധൈര്യമില്ലാണ്ട് ബോധമില്ലാണ്ട് ചാവാന്ന് പറഞ്ഞാൽ കുടിച്ചിട്ട് അക്കടിച്ച് നടക്കണവർ. അതാണ് ഭീരുക്കൾ. നിങ്ങൾ ഭീരുക്കളുടെ നേരെ ഓപ്പോസിറ്റ് പറയണേ. നിങ്ങളാണ് സ്വയം ഭീരുക്കൾ, ധൈര്യമില്ലാത്തവർ. കുടിച്ചിട്ട് അക്കടിച്ച് നടന്നിട്ട് ബോധമില്ലാണ്ട് കടന്നു കഴിഞ്ഞാൽ ആർക്ക് വേണം അവരെ? ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടത് ചെയ്തോളും. എനിക്ക് ചെയ്യേണ്ടത് ഒരു ഭയങ്കര സമയത്ത് പെണ്ണിന് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ വരും. അല്ലെങ്കിൽ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹിക്കുക. അതിൽ ഏഷണിയും പരിഭവവും കോമ്പറ്റീഷനും കുറ്റബോധവും നാണവും വൈരാഗ്യമൊന്നും ഇല്ല. അതിൽ പരസ്പരം ഡിസ്കസ് ചെയ്ത് തമാശ പറഞ്ഞ് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് വർത്താനം പറയാണ്ട് പലരും ആത്മഹത്യ ചെയ്തുകൊണ്ടവരുണ്ട്. മൂന്നാമത് ജനിച്ചവരും മൂന്നാമത് ജനിച്ച അനിയന്മാർ. അങ്ങനെയല്ല അത് ഒന്നാമത് ഞാൻ ധൈര്യം അവരോട് സംസാരിച്ച് അതിനുള്ള കാര്യം സംസാരിച്ച ഒരാളാണ്ട് ഇങ്ങനെയല്ല സംസാരിക്കണേ. ഒരാളുടെ ഫോണിൽ എങ്ങനെ നമ്മൾ ഇപ്പോൾ പെണ്ണോട് എങ്ങനെ അങ്ങനെ ആ രീതിയിൽ എങ്ങനെ സംസാരിക്കുക, അതാണുള്ള സന്തോഷത്തിൽ സംസാരിക്കുന്നതും. ഇതിവിടെ റെക്കോർഡ് ചെയ്യാൻ സ്പഷ്ടമായിട്ട് ഇവിടുത്തെ കാര്യം പറയണോ? ഇവിടുത്തെ കാര്യം പറയുമ്പോൾ നിങ്ങളെന്ത് വേറെ കാര്യം ചിന്തിക്കേണ്ട കാര്യം? ഏത് ക്ലീശോ അതുപോലെ ഒളി നോക്കണവർ റെക്കോർഡ് ചെയ്തേക്കണേ. ഒളി നോക്കുന്നതിനെ കുറിച്ച് അറിയാത്തവർ. നിങ്ങൾക്കൊരു കാര്യം അറിയണ്ടെങ്കിൽ അതുപോലെ സംസാരിക്കുക. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയുമോ ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയാൻ അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ ശ്രമിക്കുക. എവിടെ അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പം ഈ കുടിച്ചിട്ട് നടക്കുന്നവർ സാധാരണ രീതിയിൽ പോകാറില്ല. പിൽസും അബോർഷനും പ്രഗ്നൻ്റ് ആയി നടക്കണവർ ധൈര്യമില്ലാണ്ട് കുടിച്ചിട്ട് നടക്കുന്നവർക്ക് പിന്നെ കുടിച്ചിട്ട് നടന്ന് ഇതുപോലെ ഞാൻ അതുപോലെ പറയണേ. പണ്ടത്തെ 1947 1957 1960 1965 1970 1975 1980 1985 അല്ല 1965 ഈ 1947 അടുത്ത് കിടക്കുന്നതാണ് ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞിട്ട്. ആ കാലയളവ് കണ്ട് മനസ്സിലാക്കാമല്ലോ. പഴകിയവർ കുടവയറായിട്ട് എവിടെയോ ഇവിടെ പുതിയ ബിൽഡിങ്സ് ഉയരത്തുള്ള ബിൽഡിങ്സ് ഒന്നും ഇറങ്ങിയിട്ടില്ല. ഏതോ പഴകിയ ഏതോ ഇങ്ങനെ ഇരുട്ട് പിടിച്ച് പഴകിയൊരു സമയം പറയില്ലേ, അവരുടെ മുഖം കണ്ടറിയാലോ.
ഇപ്പരുടെ മുഖം അങ്ങനെ ആയിരിക്കില്ലല്ലോ. ഞാനൊരു 65 വയസ്സായാലും ഇനി എൻ്റെ മുഖം നല്ല ഒരു തരം ആ രീതിയിൽ ഇരിക്കണ്ടോ? ഇത് ഉണക്കം പിടിച്ച മോതൽ, ഉറക്കം തൂങ്ങിയ മോതൽ, കൊടവയറ് കണ്ടറിയാം വയസ്സന്മാർ ഏതോ പഴകിയവരാന്ന്. അന്ന് പഴകിയ സമയത്ത് സിനിമകൾ തിയേറ്ററിൽ മലയാളം കാണുന്ന പോലെയല്ല. 97 ഞാൻ 97 തൊട്ടാണ് മലയാള സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്നത്. 97 എവിടെ കിടക്കണു, 1957 എവിടെ കിടക്കണു. ഇത് 97, അത് വ്യത്യാസം. അത് 57, 1947, 47, 57, 67, 50, 55, 60, 65, 75, 85. അത് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? ഇത് 97, പുതിയ 2000 എന്ന വർഷത്തിന്റെ തൊട്ട് മുകളിൽ 3 വർഷം മുമ്പ് കിടക്കണു. ഇത്രയ്ക്ക് ബോധമല്ലേ? പഴകിയത് എന്താ, പഴകിയവരെ അനുകരിക്കേണ്ട കാര്യമില്ലാന്ന്. അങ്ങനെയുള്ള കുടിച്ചിറക്കടിച്ച് നടന്നവർ അന്ന് പഴകിയ സിനിമകൾ ഞങ്ങൾ മണിച്ചിത്രത്താഴ് സിനിമ ടി വിയിൽ ഇടക്കിടക്ക് കാണുന്നത്, ഫുള്ളായിട്ട് കാണുന്നത്. ഞാൻ എപ്പോഴും 2003 കിടക്ക് കാണുന്നത്, 2003 2004 ഞാൻ ഫുള്ളായിട്ട് ആ സിനിമ ടി വിയിൽ കാണുന്നത്. നിങ്ങൾ വല്ല സിനിമകളോ ഏതോ പഴകിയവരും അനുകരിച്ച് അന്ന് എനിക്ക് കുമ്മുട്ടി മാമുക്കോയനും ഞങ്ങൾക്ക് ആർക്കോ അതിനെക്കുറിച്ച് അറിയില്ല. ചേട്ടിക്കറിയണ പോലെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ കൂടിയില്ലല്ലോ. അത് പഴകിയൊരു സമയം, പഴകിയ കളറ് കണ്ടാ അറിയാം. ഇതൊരു റഹ്മാന്റെയും ശോഭനയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, അതുപോലെ ഇതൊരു പഴകിയ സിനിമ ഉണ്ടല്ലോ, അതുപോലെ മഴ മൂടിയ ഒരു ഇരുട്ട് പിടിച്ച ഒരു കളറ്. പിന്നെ എങ്ങനെയാണ് വ്യത്യാസം വരണേ? ആ കിലുക്കം തൊട്ട് സിനിമ അല്ലെങ്കിൽ ഹരിഹർ നഗർ, അത് കഴിഞ്ഞിട്ട് ഒരു പ്രത്യേകത ഒരു കളറ് വരണേ. ആളുടെ മുഖങ്ങളും ആ മുഖവും കളർ കണ്ട് ചേർച്ച കണ്ടു കഴിഞ്ഞാൽ ഫിലോമിന ഇറങ്ങണു, ഭാഗ്യലക്ഷ്മി ഇറങ്ങണു. അവരുടെ പേര് മാറ്റുന്നതാണെങ്കിലും ചികണ്ടിയുടെ അരച്ചിട്ട് അങ്ങനത്തെ ശബ്ദങ്ങൾ, ഒരു തരം ചേർച്ചയുള്ള ശബ്ദങ്ങൾ അതിനനുസരിച്ച് വരണു. അതൊക്കെ പണ്ട് തൊട്ട് കണ്ട് മനസ്സിലാക്കി. ഈ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് 1978 ബോണിയം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1977 അവരുടെ മുഖം നോക്ക്. അത് അവരുടെ ഇപ്പോൾ മെയ്സി വില്യംസ് ആണെങ്കിലും മാഴ്സിയ ബാരറ്റ് ആണെങ്കിലും മറ്റേ ലിസ് മിച്ചൽ ആണെങ്കിലും മറ്റേ എന്നിട്ട് പേര് ബോബി ഫാറൽ ആണെങ്കിലും അവരുടെ മുഖം നോക്ക്. അവരുടെ ഈ തന്തയുടെ അനിയൻ്റെ മറ്റേ കൂട്ടുകാരനല്ലേ, എന്നിട്ടാണ് പേര് ജോസ് പിഡിയൻ്റെ പോലത്തെ മുഖങ്ങളും. ആ ലിസ് മിച്ചൽ, മെയ്സി വില്യംസ്, ആ മാഴ്സിയ ബാരറ്റിൻ്റെ മുഖമൊക്കെ നോക്കേ. അപ്പം അതൊക്കെ ഒബ്സർവ് ചെയ്ത് പണ്ട് തൊട്ട് ഉണ്ടാക്കി വരുന്നതാണ്. അതിന് ഇപ്പോഴും സമയം മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ ബോധമില്ല, അതിൻ്റെ സമയം മനസ്സിലാക്കാത്ത കാര്യം പറയണേ. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം വന്നു എല്ലാം കൂടി ഭൂമിയെല്ലാം നശിച്ച് ഭൂമിയെല്ലാം കൂരിരുട്ടായി മാറി, കുഴിയായി മാറി എന്നല്ല പറയുന്നത്. ജീവനുള്ള ദൈവം ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് ഇല്ലാണ്ടാവില്ല. അത് നിങ്ങളുടെ വിഡിത്തം. നിങ്ങൾക്ക് സമയം കണക്കെന്താ മനസ്സിലാക്കാൻ പറ്റാത്തത്? നിങ്ങളുടെ വിഡിത്തം. നിങ്ങളുടെ ഹിന്ദി കുട്ടികളുടെ കൂടെ മലയാളം MDMA എത്ര പറഞ്ഞാലും കുടിച്ചിട്ട് പരീക്ഷയിൽ പൊട്ടി. ഇവിടെ പരീക്ഷയിൽ പൊട്ടിയിട്ട് അകടിച്ചിറക്കണല്ലേ, പരീക്ഷയിൽ പൊട്ടി, ചിന്താഭാരം ഒറ്റയ്ക്ക് ഫിരിയാണ്. വിപരീതം ചെയ്യണം. അത് ബൈബിൾ എത്ര നോക്കിയാലും ബൈബിൾ തുറന്ന് വായിക്കില്ലേ. റോമൻ കാത്തലിക്സ്, യോക്കബൈറ്റ്, സുറിയാനി, ഹിന്ദുസ്, മുസ്ലിംസ് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതാ പറഞ്ഞ ആ സമയമോ കണക്കോ ആ മാത്തമാറ്റിക് ടേബിളോ ആ തീയതി അതിനെക്കുറിച്ച് ആർക്കും വലിയ വിവരം ഉണ്ടാവില്ല എന്ന്. അത് ഒരാൾ പറഞ്ഞ് തുടങ്ങുമ്പോൾ മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവും, എന്നാലും മനസ്സിലാക്കില്ല. അതിനെക്കുറിച്ച് പറയണേ. അപ്പോഴും ശിഖണ്ഡി ശിവൻ, ശിഖണ്ഡി വിഷ്ണു, ശിഖണ്ഡി മന്ദബുദ്ധി അയ്യപ്പൻ ഇതിനൊക്കെ ആരാധിച്ചിരിക്കുകയാണ്. ഞാൻ പറയും നിങ്ങൾ ദൈവങ്ങളല്ലാത്ത വിഡ്ഢികളെ ദൈവമല്ലാന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ അത് ഞാൻ ഇനിയും പറയും. മനുഷ്യരെ ആരാധിക്കേണ്ട കാര്യമില്ല. ജീവനുള്ള ദൈവത്തിന് അൾട്ടിമേറ്റ് സ്തുതി കൊടുക്കുക, പ്രത്യാശ അർപ്പിച്ച് പുകഴ്ച ചെയ്യുക. പിന്നെ അപ്പം അങ്ങനെ അതൊക്കെ 1965 എവിടെ കിടക്കണു, 1947 എവിടെ കിടക്കണു, 1950, 1955 എവിടെ കിടക്കണു. ഇത് 97 അത് കണ്ട ആ വരവ് കണ്ടറിയില്ല. 97 എന്ന് പറഞ്ഞാൽ പുതിയ യുഗമാണ്. 97 എന്ന് പറഞ്ഞാൽ 50 ഒന്ന് നമുക്ക് അധികം ആലോചിക്കണ്ട. 57, 65, 47 ഇൻഡിപെൻഡൻസ് ഡേ കിടക്കണ ആ പുഴുവരിച്ച ഗാന്ധിജി അവരുടെ ക്രിസ്ത്യാനിറ്റീനെ ഇഷ്ടപ്പെടണു, പക്ഷെ ക്രിസ്ത്യൻസിനെ ഇഷ്ടപ്പെടണില്ല, മനുഷ്യരെ ഇഷ്ടപ്പെടണില്ല എന്ന് പറയണ ആ വിഡ്ഢിയാൻ്റെ നോട്ട് എല്ലാ റുപ്പീസ് നോട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മൊട്ടത്തല. അപ്പോൾ വിചാരിച്ചാൽ അതാ ശരിയെന്ന്. അതുവരെ ഗുഡ്ക കഴിച്ച് നടക്കണ ശവമാണത്. അറിയാം നിങ്ങൾക്ക്? ഈ മഹാത്മാ കൂന്തി ഉണ്ടല്ലോ, അവരൊരു ഗുഡ്ക കഴിച്ച് പുഴുവരിച്ച പല്ലും കൊണ്ട് നടക്കുന്നുണ്ട്. ആ പുഴുവരിച്ച പല്ലാണ് ഫോട്ടോ കൊണ്ട് വെച്ചാണ് റുപ്പീസ് നോട്ടിൽ കൊണ്ട് നടന്നോ. റുപ്പീസ് നോട്ട് കൊണ്ട് നടക്കുക. കുറേ കിങ്സും രാജ്ഞികൾ പലരും ഉണ്ട്, അവരൊക്കെ ആരാധിക്കാൻ പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വെടുത്തം വിശ്വസിച്ച് നിങ്ങളുടെ മാപ്പിളയുടെ അനിയനും ആത്മഹത്യ ചെയ്ത അനിയനും മൂന്നാമത് ജനിച്ചവരിൻ്റെ ഇതാന്ന് വിചാരിച്ചത് ഞാൻ. ഒന്നാമത് ജനിച്ചതിൻ്റെ വ്യത്യാസം അറിയില്ലേ? ഇത് 97, 1982, 88 കഴിഞ്ഞിട്ട് 1990 കഴിഞ്ഞു. അത് 12 90 കഴിഞ്ഞ് അവർക്ക് അതും ഒരു മുന്നിട്ട് വന്നതിൻ്റെ
പ്രതിച്ഛായ താഴെ കിടക്കുന്നതാണ്. അതിൽ പൊക്കി വെച്ച് മെറ്റീരിയലിസ്റ്റിക് അല്ല. പിന്നെ 95 കഴിഞ്ഞാൽ അങ്ങനെ 94, 91, 97, 2000. പിന്നെ ശരിക്കുള്ള പുതിയതൊക്കെ തുടങ്ങി. 2യുടെ കൂടെ 1, 2യുടെ കൂടെ 2, 2യുടെ കൂടെ 3, 2003, 2010, 2015, 2025, 2026 വരെ എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് പുതിയ യുഗം അത് കണ്ടാൽ മനസ്സിലാക്കണം. അതിൽ പഴയ കുടവയർമാർ വേസ്റ്റാന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും നെറ്റിൽ എഴുതി വെച്ചിട്ടും വീണ്ടും ആ വീട്ടിൽ റിപ്പീറ്റ് ചെയ്യണ കാര്യമില്ല. നിങ്ങൾ ബാപ്റ്റിസൊക്കെ ചെയ്തിട്ടും വീണ്ടും ആ വീട്ടിൽ റിപ്പീറ്റ് ചെയ്യണം എന്താ കാര്യം? കിണ്ടി കൊണ്ട് വെള്ളം ഒഴിക്കണതല്ല. ഹിന്ദി കുട്ടികളും മലയാളം MTV പലരും ചെയ്യും തലേ കൂടെ ഒഴിക്കുന്നത്. അതിന് ബാപ്റ്റിസം എന്ന് പറയില്ല. പാതിരികളുടെ ആവശ്യമില്ല നിന്ന് വെറുതേക്ക് ചേരുന്ന് പറയുമ്പോൾ അതൊരിക്കലും ബാപ്റ്റിസം ആവില്ല. നിങ്ങൾ ആവശ്യപ്പെടാണ്ട് ഞാൻ ആവശ്യപ്പെട്ട പോലെ പോകുന്നത് അത് എൻ്റെ ഭാഗ്യം, എൻ്റെ മേന്മ. മനസ്സിലാവണ്ട? നിങ്ങൾ ആവശ്യപ്പെട്ടില്ല എന്നറിയാം, പക്ഷെ ഞാൻ ചെയ്യുന്നത് അവിടെ വഴക്കൂടാനില്ലല്ലോ. ഇപ്പം വരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാലും ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പറയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്തുതി അവിടെയും ഇവിടെയും 2 സ്ഥലത്ത് പോയി വരുന്നറിയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വീണ്ടും ഒരു അപാകത പറഞ്ഞാൽ ശകുനം പിടിച്ച ശവങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ പോവാനും തോന്നില്ല, പറയാനും തോന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റേ പാട്ട് മരിച്ച വീട്ടിൽ പറയേണ്ട സമയത്ത് പറയും. അത് മരണ വീട്ടിൽ ആ പാട്ട് വയ്ക്കണല്ലേ, മെറ്റീരിയലിസ്റ്റിക് പാട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ളത് വരില്ല. പാതിരികളുടെ ആവശ്യം നിന്ന് വെറുതേക്ക് ചെയ്തത് മാത്രം ഉണ്ടാവും. കാശ് മേടിച്ച്, സാലറി മേടിച്ച്, കാശ് മേടിച്ച് ഓരോന്ന് കർമ്മങ്ങൾ നടത്തുന്നത്. ആ മരണം വരും ഒരു നാൾ, അതൊരു മെറ്റീരിയലിസ്റ്റിക്കാണ്. മരണം വരും എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക്കാണ് പറയണത്. ഉയർപ്പിൽ വിശ്വസിക്കണവർ ആരെങ്കിലും ആ പഴയ പാട്ട് 1960 പാട്ട് അവിടെ കൊണ്ടുവയ്ക്കുമോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും എന്നൊക്കെ പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ പറയണേ. അത് വീണ്ടും അവിടെ ഓർമ്മിപ്പിച്ച് കൊടുക്കേണ്ട കാര്യം എന്താ അവിടെ? അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ അതിന് നിങ്ങൾ ഉയർപ്പിൽ വിശ്വസിക്കേണ്ടെങ്കിൽ ഈ വെടിപ്പാട്ട് പഴകിയ മ്യൂസിക് വെച്ചിട്ട് 1960 അതേ കാസറ്റ് പാട്ട് യൂട്യൂബിൽ ബ്ലൂടൂത്തും വെച്ച് മൊബൈൽ ഡാറ്റ കേബിളും വെച്ച് കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് നിങ്ങൾ മുൻപന്തിയിൽ നിങ്ങൾ മുക്കിൽ കയറി ഇരിക്കണ രീതിയല്ല പറയണത്. മുൻപന്തിയിൽ എവിടെ അടുക്കളയ്ക്കും ഞാനും നിങ്ങളോട് സംസാരിക്കും, അങ്ങനെ സംസാരിക്കാം. അത് സാധാരണ സംസാരിക്കണു ഇവിടെ സംസാരിച്ചു. അപ്പോൾ ഞാനോ ഭക്ഷണം ഉണ്ടാക്കണം, വേറെ ആരും ഉണ്ടാക്കണു. അന്ന് ഡാഡി അവിടെ പണ്ട് പോർക്ക് മമ്മി ബാങ്കിൽ ഇപ്പോൾ ഡാഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്തോ ഓഫായിരുന്നു, എരിപ്പാടാന്ന് തോന്നുന്നു. അടുത്ത് ജോലിക്ക് പോയി. അപ്പോൾ ഓഫായപ്പോൾ ഡാഡി പോർക്ക് കറി ബീഫ് കറി എന്നുണ്ട്. അപ്പോൾ ഞാൻ ഡാഡിയോട് സംസാരിച്ച് അവിടെ ഇരുന്നു. അത് മുൻപന്തിയിൽ ആരും ഹോളോ ഇവിടേക്ക് ഇങ്ങനെ അവരോടെ സംസാരിക്കുക. അവരുടെ ബെഡ്റൂമിൽ ആരും അവിടെ മുക്കിൽ അവിടെ കയറിയിരുന്നു. അവരാരും സംസാരിക്കും. ഇവിടെ ആ അനിയനെ ബെഡ്റൂമിൽ കയറിയിരുന്നു. അവരോട് എന്ത് സംസാരിക്കാൻ? ഒന്നും സംസാരിക്കാനില്ല. ഇവിടെ നമ്മളെന്തെങ്കിലും മുൻപന്തി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവർ റൂമിൽ കയറി വരണമില്ല. ഇവിടെ റൂമിൽ കയറി വരാണെങ്കിൽ സംസാരിച്ചിരിക്കും. ബാക്കി എന്താ വെച്ചാൽ മുടിവെട്ട എന്തെങ്കിലും ഫിസിക്കൽ കാര്യങ്ങൾ ചെയ്യും. ബാക്കി ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കും. പിന്നെ എന്തെങ്കിലും ഞാൻ പറയാൻ വന്നത് ഈ എന്താ മറ്റേ ഇതുണ്ടല്ലോ. അപ്പോൾ പഴകിയവർ അനുകരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ ഞാൻ ഇതുപോലെ ഇപ്പം വെച്ച് നിർത്താം. ഞാനിപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ പോലെ കുടിച്ച് ഡഗർസ് നടക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ളും ഛർദ്ദിച്ചിട്ടിട്ട് കുറേ പേരെ വിളിച്ച് വരുത്തിയിട്ട് കള്ളും കുടിച്ച് ഒരു ഗ്ലാസ് കൂടെ തരണല്ലായിരുന്നു. കള്ള് ഗ്ലാസ് 10 ഗ്ലാസും കുടിച്ച് അതിലൂടെ റമ്മും ബാക്കി വിസ്കി എല്ലാ ബ്രാൻഡും എല്ലാം കൂടി മേടിച്ച് 10 കുപ്പികളും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സോഡയും എല്ലാം കൂടി വയറ് വീർപ്പിച്ചിട്ട് സോഡ കുടിക്കണവർ ആത്മഹത്യ ചെയ്യാൻ വരണവരാണ് വെടി. സോഡ കുടിച്ചാൽ എന്തായാലും ഒരു 10 സോഡ കുപ്പി ഒരു ദിവസം അകത്താക്കിയ വയറ് വീർത്ത് കുടവയറ് ഇത്ര വരെയാവുമെന്ന് അറിയാം ഇല്ലേ? പിന്നെ എന്തിനാ കുടിക്കേണ്ട കാര്യം? ധൈര്യം ഇല്ലാത്തവർ ചെയ്യുന്നത് ധൈര്യമായിട്ട് കാണരുത്. പിന്നെ കുടിച്ചിട്ട് അകടിച്ചെടുക്കുന്ന റമ്മും അതിൻ്റെ കൂടെ സിഗരറ്റും കുട്ടിയും പാൻപരാഗും ബീഡിയും എല്ലാം അകത്താക്കി കള്ളിൻ്റെ കൂടെ ഇവിടെ ക്ലോസറ്റ് ഫുൾ ഛർദ്ദിച്ച ബാത്റൂം ഫുള്ളും ഛർദ്ദിയോ? അതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെ തലകളോടും നിങ്ങൾ ക്ലീൻ ആക്കിക്കുമോ? അവർ ക്ലീൻ ആക്കാൻ പറ്റില്ല. അതാണ് ധൈര്യം എന്ന് പറയുമോ എല്ലാവരും? ഇല്ല. അത് അതിൻ്റെ പോലെ നല്ല ആൾക്കാർക്ക് ഇതുള്ളത് ധൈര്യമുള്ളവരാൻ പറയുമോ? തമ്മിൽ അരനൂട്ടി വാങ്ങി കൊടുക്കുന്നു, കൊല്ലിക്കുന്നതും വിഡിത്തത്തിൽ ഹുങ്കും. നിങ്ങളുടെ നിഷേധാവസ്ഥ എൻ്റെ നേർക്ക് ചൂണ്ടി കാണിച്ചിട്ട് കാര്യമില്ല. ആവശ്യപ്പെട്ട് വരാൻ പറ്റാത്തതും നിങ്ങൾ ആവശ്യപ്പെടാണ്ട് ഞാൻ ആവശ്യപ്പെട്ട് വല്ല പോകുന്നതും. ഛർദ്ദിച്ചത് നിങ്ങളുടെ സെർവൻ്റ് വരുമോ? ഛർദ്ദിച്ചതും ഗുഡ്ക കഴിച്ചതും ഫ്രൈഡ് റൈസ് വീണ്ടും കഴിച്ച് ഛർദ്ദിക്കുന്നതും അതൊക്കെ നിങ്ങൾ ക്ലീൻ ആക്കാൻ നിങ്ങളുടെ തള്ളകൾ വരുമോ? നിങ്ങളുടെ മമ്മിയും നിങ്ങളുടെ ബ്രദേഴ്സ് വരും? ആരും വരില്ല. അവരവരുടെ പണി നോക്കി പോകും.
അപ്പോഴും മനസ്സിലാവണം നിങ്ങൾ ഛർദ്ദിച്ച് വെറുതെയായി. അടുത്ത ദിവസം അത് തന്നെ സെയിം തുടരും, ആഴ്ചകൾ തുടരും, വർഷങ്ങൾ തുടരും, മാസങ്ങൾ തുടർന്ന് 20 വർഷമായിട്ട് കുടിച്ച് ഡ്രഗ് അടിച്ചിട്ട് എന്താ കാര്യം? തലയ്ക്ക് സുഖമില്ലാത്ത ന്യൂറോ അതല്ല ഡ്രഗ് അടിച്ചിട്ട് നടക്കുന്നത്. ആരെങ്കിലും ബോധമുള്ളവരും ബോധമില്ലാത്തവരും പറയോ? ഹിന്ദി കുട്ടികൾ പറയോ? അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും നിങ്ങളെന്ത് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അവിടെ ചെന്ന് പറയും, എനിക്ക് അവിടെ നിന്ന് പറയും. പക്ഷെ അത് പറയേണ്ട രീതിക്ക് പറഞ്ഞില്ലെങ്കിൽ കാര്യമില്ല. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയി വരുമ്പോഴേക്കും അവരോട് പറയണേ. അതുകൊണ്ട് ഇവിടെ പറയണ രീതി നിങ്ങളാരും സ്വപ്നമാണ് എനിക്കറിയില്ല. ഹിന്ദി കുട്ടികളും ചാക്കും എല്ലാവരും പണ്ട് കുട്ടിക്കഴിച്ച് നടന്നവരത് പറഞ്ഞു തീർന്നു. വീണ്ടും അവർ തന്നെ ഇങ്ങനെ പാരലിസിസ് ആയവരും അതന്നെ ഇങ്ങനെ മുൻകൂട്ടി ഇതന്നെ വിഡ്ഢികളെ സ്വപ്നം കണ്ട് നിങ്ങൾ എവിടെ വരെ എത്തും? കുടിച്ച് ഡ്രഗ് അടിച്ചാണ് കുട്ടിയും കടിച്ച് നടന്നിട്ടാണോ 20 വർഷമായിട്ടാണോ ഇത് പറയുന്നത്? അതാ നിങ്ങൾ ഏത് വിഡ്ഢിനെ സ്വപ്നം കാണണേന്ന്? നിങ്ങൾ തന്തകളും കുടിച്ച് ഡ്രഗ് അടിച്ചാണ് പലയിടത്ത് നടന്നുണ്ടോ? അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. പെണ്ണുങ്ങൾ വരെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണം. ഹിജറകൾ വരെ സിഗരറ്റ് വലിച്ച് കുടിച്ച് നടക്കും. ഛർദ്ദിച്ച് അവരുടെ റൂമിൽ വൃത്തിഹീനമായ ഛർദ്ദിച്ചിട്ടാലും ഗുഡ്ക തുപ്പിയിട്ടാലും കഞ്ഞിവെള്ളം തുപ്പിയിട്ടാലും പല്ല് തേച്ച് തുപ്പിയിട്ടാലും അവിടെ ഒരു 3 വർഷം ക്ലീൻ ആക്കാണ്ട് ആ റൂമിൽ തന്നെ ഒരു ചെറിയ റൂമിൽ 6 പേര് ഒരുമിച്ച് താമസിക്കും. എന്നിട്ട് കാശ് വേണ്ടി വൃത്തികെട്ട ഡ്രസ്സ് എടുത്ത് കുളിക്കൂല. എന്നിട്ട് അവരൊക്കെ ആരാധിക്കാൻ പോയ ഞങ്ങൾ. പിന്നെ പിന്നെ വിവരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഒരു വിവരമുള്ള സ്പെഷ്യൽ പേഴ്സ് പറയുമ്പോൾ അത് മനസ്സിലാക്കി ഹീൽഡ് ചെയ്യാൻ ശ്രമിക്കുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, മാറാൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങളുടെ നാർസിസ്റ്റിക് ആക്ടിവിറ്റിയാണ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ നേർക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്ക് തമ്മിൽ കുടിച്ചിട്ടൊക്കെ അടിച്ച് ശിഖണ്ഡികളെ തന്നെ ആരാധിക്കണം. നിങ്ങളുടെ വളിവെട്ട നാവ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ കടുംപിടുത്തം, വിഡ്ഢിത്തത്തിലുള്ള ഹുങ്ക്, അതാണ് നിങ്ങളുടെ നാർസിസിസ്റ്റിക് വിഡ്ഢിത്തം ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റില്ല. നാർസിസിസ്റ്റിക് ശോഷിച്ച അവസ്ഥയിലുള്ള വിഡ്ഢിത്തം അത് എൻ്റെ നേർക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നത് നീൻ്റെ പോലെ കുടിച്ചിട്ട് അകടിച്ച് നടന്നിട്ടല്ല, ബോധമില്ലാണ്ട് പറയുന്നതല്ല, ബോധത്തോടെ സംസാരിക്കുക, അവർ പറയുന്നത് കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പോലത്തെ അനിയന്മാരും കുടിച്ചിട്ട് അകടിച്ച് നടന്ന് 96 82 മാർക്ക് കിട്ടിയാലും 100-ൽ നിങ്ങൾ അപ്പോഴും കുടിച്ചിട്ട് അകടിച്ച് ബോധമില്ലാണ്ടവരും ചെയ്യും. ഇത് ബോധമില്ലാണ്ട് ചെയ്യുന്നതല്ല, പൂർണ്ണ അറിവോടെ ബോധത്തോടെ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹിക്കുക, വിവാഹത്തിൻ്റെ ഉടമ്പടി വേണ്ട, സ്പിരിച്വൽ ബ്രൈഡ്. അത് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയണേ. ശോഷിച്ച വാക്കുകൾ പറയണ്ട, ശോഷിച്ചത് കഴിക്കും വേണ്ട, തിരിച്ച് അവരുടെ വിഡ്ഢിത്തം പ്രതീക്ഷിക്കും വേണ്ട, തിരിച്ച് മെറ്റീരിയലിസ്റ്റിക്കായിട്ട് പ്രതീക്ഷിക്കും വേണ്ട. കാര്യങ്ങൾ ചെയ്യുക, എന്താ വെച്ചാൽ ചെയ്യുക. അതിനനുസരിച്ച് ഓരോന്നും നടക്കണതിൻ്റെ അനുസരിച്ച് നടക്കുമ്പോഴാണ് ഓരോന്ന് വരുന്നത്. ഇപ്പോൾ 23 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതോട് ചേർക്കാം. ജനിച്ചപ്പോൾ തൊട്ട് ചെറുപ്പത്തിൽ മുതൽ ഈ വളിവട്ടം നാവ് പോയിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളിവിടെ പറഞ്ഞ കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ഇവിടുത്തെ വല്ല നഞ്ഞമിഞ്ഞ പറയുന്ന വീട്ടുകാരെ കുറിച്ചോ കൂടെയുള്ള കൂട്ടുകാരെ കുറിച്ചോ ഞാൻ പറഞ്ഞു നടന്നുണ്ടോ? ഇല്ല. പറഞ്ഞ് നടക്കാത്ത കാര്യം പറയാത്ത കാര്യം പറയില്ല എന്ന് പറയും. നിങ്ങൾ പറഞ്ഞവർ ബോധമില്ലാണ്ട് പറയണ പോലെ ആയിരുന്നു കൂട്ടി വാങ്ങണ പോലെ അല്ലത്. അപ്പോൾ മനസ്സിലാക്കാം നിങ്ങൾ അങ്ങനത്തെ വാക്കുകൾ വൃത്തിയായിട്ട് വാക്ക് വെച്ച് ഞാൻ ഇതുവരെ എനിക്ക് കുടിച്ചിട മനനൊന്നും പരിശോധിച്ച് തോറ്റു പറഞ്ഞ് കുടിച്ചിറക്കാൻ പോയാൽ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറയണത്? നിങ്ങളാണ് കുടിച്ചിടച്ച് നടക്കുന്നത്, നിങ്ങളാണ് ബോധമില്ലാണ്ട് ആയിരുന്നു കൂട്ടി ചാവുന്നത്. അപ്പോൾ മനസ്സിലാക്കാം നേരെ വിപരീതം നിങ്ങൾ ചെയ്യണത്.